അൻപോടെ 50 നാൾ ക്രൂശുമായി നിൻ വഴിയേ തളരാതെ നീങ്ങാൻ നിൻ കൃപയേകണമേ. അപ്പൻ, 2 അപ്പൻ വിളികൾക്കിടയിലാണ് ഈശോയുടെ ജീവിതം വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈശോയെ കാണാതാവുമ്പോൾ ദേവാലയത്തിൽ വെച്ച് പരിശുദ്ധ കന്യാമറിയത്തോട് കണ്ടെത്തി കഴിയുമ്പോൾ ഈശോ ചോദിക്കുന്ന ചോദ്യമാണ്, ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനാകേണ്ടതല്ലയോ? ഈശോയുടെ അന്ത്യമൊഴി കുരിശിൽ കിടന്നുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, പിതാവേ, എൻ്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഈ 2 അപ്പൻ വിളികൾക്കിടയിൽ എത്രയോ വട്ടമാണ് ഈശോ അപ്പനെ ഓർമ്മിക്കുന്നത്. അപ്പൻ സ്നേഹിച്ചതുപോലെ അപ്പൻ കൃഷിക്കാരനായിരുന്നു, തീറ്റിപ്പോറ്റുന്ന അപ്പൻ, പരിശുദ്ധാത്മാവിനെ നൽകുന്ന അപ്പൻ, ക്ഷമിക്കുന്ന അപ്പൻ, കരുണയുള്ള അപ്പൻ, പ്രവർത്തനനിരതനായ അപ്പൻ, അറിയുന്ന അപ്പൻ, പാനപാത്രം നൽകുന്ന അപ്പൻ. ഇങ്ങനെ ഒരു അപ്പൻ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ജീവിതമാണ് ഈശോയുടേത്. എൻ്റെ ഒരു ചെറിയൊരു അനുഭവം, ഞാൻ ഒരു 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ, 6ാം ക്ലാസ്സിലും മറ്റേ പഠിക്കുമ്പോൾ വലിയ ആഗ്രഹമാണ് അമ്മയുടെ വീട്ടിൽ ഒറ്റയ്ക്ക് പോകണമെന്ന്. അമ്മ വീട്ടിലേക്ക് അത്ര ചെറുപ്പത്തിലെ ഒറ്റയ്ക്ക് പോകാൻ വേണ്ടിയുള്ള എൻ്റെ ആഗ്രഹത്തിൻ്റെ കാരണം പൊങ്ങച്ചമാണ്. മറ്റുള്ളവരുടെ മുമ്പിലൊന്ന് വീമ്പ് പറയണം, എൻ്റെ വല്യപ്പച്ചന്മാരുടെ മക്കളുടെയൊക്കെ മുന്നിലൊന്ന് വീമ്പ് പറയണം. പറഞ്ഞു അവസാനം അമ്മ സമ്മതിച്ചു, ഇനി നീ പോയിക്കോ. അപ്പനോടും പറഞ്ഞു, അപ്പനും സമ്മതിച്ചു. അങ്ങനെ ഞാനൊരു ദിവസം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ നിന്ന് വണ്ടി കയറി. അമ്മ തന്ന 5 രൂപ സൂക്ഷിച്ച്, പോക്കറ്റ് അടിക്കാരൊക്കെ ഉള്ള കാലമാണ്, അത് വളരെയധികം സൂക്ഷിച്ച് കണ്ടക്ടറിന് കൊടുക്കുന്നു. കണ്ടക്ടർ ചോദിക്കുന്നു, മോൻ ഒറ്റയ്ക്കുള്ളൂ? അതെ, ഞാൻ ഒറ്റയ്ക്കുള്ള അഭിമാനത്തോടെ പറഞ്ഞു. അങ്ങനെ ഞാൻ അങ്കമാലിയിൽ ചെന്നിറങ്ങുന്നു. അടുത്ത ബസ് പിടിക്കണം, 2ാമത്തെ ബസ്. കാലടി റോട്ടിലേക്ക് നടക്കണം. അങ്കമാലിയിലെ ചെളി പിടിച്ച ആ റോഡ് പക്ഷെ എനിക്ക് രാജപാത പോലെയാണ് തോന്നിയത്. കാരണം ഞാൻ ഒറ്റയ്ക്കാണ്. ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് ഒറ്റയ്ക്ക് പോവുകയാണ്. എന്തൊരഭിമാനം! കാലടി റൂട്ടിൽ ഞാൻ ചെന്ന് നിന്നു. ഇനി വരേണ്ടത് AHK എന്ന ബസ്സാണ്. ബസ് വന്നു. എല്ലാവരും കൂടി, ഒരുപാട് മനുഷ്യരുണ്ട്, എല്ലാവരും കൂടി കുത്തി നിറച്ച ബസ്സിൽ ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ അഭിമാനബോധത്തെ മുഴുവൻ തല ഉയർത്തിപ്പിടിച്ച് വീണ്ടും കണ്ടക്ടറിനോട് പറഞ്ഞു, ഒരു ടിക്കറ്റ്. അങ്ങനെ ഞാൻ അമ്മ വീടിൻ്റെ സ്റ്റോപ്പെത്തിക്കഴിഞ്ഞ് പലരെ വിളിച്ചു, ആളിറങ്ങാനുണ്ട്. അങ്ങനെ തിക്കി തിരക്കി ഞാൻ അമ്മ വീട്ടിലെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി. എനിക്ക് ഭയങ്കര സന്തോഷമായി, ഞാൻ ഒറ്റയ്ക്ക് എത്തിയിരിക്കുകയാണ്. ഞാൻ ചുറ്റും നോക്കി, ആരെങ്കിലുമൊക്കെ എന്നെ അറിയുന്നവരുണ്ടോ, ശ്രദ്ധിക്കുന്നുണ്ടോ? ഇനി അങ്ങളുടെ വീട്ടിലെത്തിയിട്ട് പറയണം, ഞാനിതാ ഒറ്റയ്ക്ക് എത്തിയിരിക്കുകയാണ്. പക്ഷേ എന്നെ വല്ലാതെ വേദനിപ്പിച്ചുകൊണ്ട് ആ ബസ്സിൻ്റെ പുറകിൽ നിന്ന് എൻ്റെ അപ്പൻ ഇറങ്ങി വന്നു. എനിക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. ദുഷ്ടനായ അപ്പൻ ഒറ്റയ്ക്ക് വന്നു എന്നുള്ള എൻ്റെ സകല അഭിമാനബോധത്തെയും കെടുത്തി കളഞ്ഞിട്ട് അപ്പം വരികയാണ്. എനിക്ക് കരച്ചിലും സങ്കടവും വിഷമമായിട്ട് ഞാൻ ഓടിച്ചെന്ന് അപ്പൻ്റെ വയറ്റത്ത് കടിച്ചു. ഓടി അമ്മ വീട്ടിൽ പോയി കമിഴ്ന്ന് കിടന്ന് കരഞ്ഞു. പിന്നീട് ഞാൻ ഈ സംഭവം ആലോചിക്കുമ്പോൾ എനിക്കറിയാം, ഇങ്ങനൊരപ്പൻ നമ്മുടെ പുറകിൽ ശ്രദ്ധാലുവായി 2 കണ്ണും തുറന്നിരിക്കുന്നുണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ മുഴുവനും. സ്വർഗീയനായ ഒരപ്പൻ തൻ്റെ 2 കണ്ണും തുറന്ന് ശ്രദ്ധാലുവായി നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ദൈവം നമ്മുടെ കൂടെയുണ്ട്.